ഹേ ഗൈസ്, സിമ്പിൾ മണി ഏണിംഗ് ആപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഏണിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാഷ് ഏൺ ചെയ്യണം, എങ്ങനെ നമ്മളൊക്കെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് അതിന് പിൻ നമ്മൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ടീൻ പതി എക്സ്പ്ലോർ സ്ലോട്ട്, അതേപോലെ തന്നെ ഗണേഷ് ഗേറ്റ് ഓഫ് ഒളിമ്പിക്സ്, ഹാലോവിൻ സ്ലോട്ട്, അങ്ങനെ പല ഗെയിംസ് വരുന്നുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഗെയിംസ് കളിച്ചാണെന്നുണ്ടെങ്കിൽ ഡെയിലി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്ക് മിനിമം എങ്ങനെ പോയാലും ഒരു 1000 രൂപയെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇതിനായിട്ടല്ല ഏവിയേറ്റർ ഗെയിം, അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോക്കറ്റ് ഉണ്ട്. ആ റോക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 1x 2x 3x ഇങ്ങനെ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എമൗണ്ട് സെലക്ട് ചെയ്യും. ഇവിടെ 10, 50, 200, 1000 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു എമൗണ്ട് സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഡിക്ഷനിൽ ചെയ്യുക. ആ സമയത്ത് ഈ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു 1.5 അല്ലെങ്കിൽ ഒരു 2x ഒക്കെ ആവുന്ന സമയത്ത് ക്യാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 2xന്റെ സമയത്താണ് ക്യാഷ് ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 100 വെച്ച് നമുക്ക് 200 ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് നമ്മളിപ്പം 50 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 50 സെലക്ട് ചെയ്തു. അതിന്റെ ആ ഒരു ബോക്സിൽ, ആ ഒരു സ്ക്വയർ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 50 നമ്മൾ പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ട്രെൻഡ് നോക്കുക. നമ്മൾ മുകളിലായിട്ട് ട്രെൻഡ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 4.03 വരെ പോയിട്ടുണ്ട്. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ 1.56 വരെയാണ് പോയത്. അതിന് മുന്നേ 27 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 1.47 ആയപ്പോൾ ക്രാഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ 2xന് മുകളിൽ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയും വെക്കാൻ പോകുന്നതാണെന്നുണ്ടെങ്കിൽ 150 നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മളതിൽ ട്രിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 50 വെച്ച് നമുക്ക് ഇത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രിപ്പിൾ വെക്കാം, 150 നമ്മൾ വെച്ചു. ഇനി നമുക്ക് നോക്കാം ഇത് എവിടെ പോകുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇത് എവിടെ പോകുന്നാലും. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റ് ട്രെൻഡ്, നമ്മൾ ആ ഒരു ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ അതെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് മിക്കവാറും അതിന് 2xന് മുകളിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ 2x ആകുമ്പോഴേക്കും നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യാണ്. നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്ത് നമുക്കിപ്പോൾ 313 രൂപയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെച്ചതിന് ഡബിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ഗെയിമിനകത്ത് ആ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻ ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4.93 ആയപ്പോഴാണ് ഇത് ക്രാഷ് ആയതാണെന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് നിങ്ങൾ എപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഒരു 3x ആകുമ്പോൾ ക്യാഷ് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ച് നിങ്ങൾ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു 1.5 അല്ലെങ്കിൽ 2x ഒക്കെ ആവുന്ന സമയത്ത് ക്യാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ എമൗണ്ടിന് വേണ്ടി ആണെന്നുണ്ടെങ്കിൽ വലിയ നമ്പറിലേക്ക് ഇത് പോകുന്നതിന് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ലോസ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2x ഒക്കെ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് നോക്കും. ട്രെൻഡ് നോക്കുമ്പോൾ ആ ഒരു ഓൾട്ടർനേറ്റ് ട്രെൻഡ് അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് റെഡ് കളർ വരുന്ന ആ ഒരു ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ വെച്ചാൽ 2xന് മുകളിൽ പോകുന്ന ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രഡിക്ഷൻസ് ചെയ്യാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് തന്നെ പോകാം. നമുക്ക് ഇവിടെ ആയിട്ട് വേറെ കുറെ ഗെയിംസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വിൻഗോ ഗെയിം, അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ സഫാരി വെൽത്ത്, അതേപോലെ സെവൻ അപ്പ് ഡൗൺ. അപ്പോൾ നമ്മൾ വേറെ കുറെ ഗെയിംസിനെ പറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പം ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു ഐഫോൺ യൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിനെ പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഐഫോണിൽ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ബോണസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിൽ കോർണർ ആയിട്ടുള്ള ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏകദേശം 200 രൂപ ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടുത്തെ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുക. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ മിഡിലായിട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ ആയിട്ട് നമുക്ക് 100 രൂപ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 100 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ ലോഗിൻ ബോണസ്, ഡെയിലി ലോഗിൻ ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നിൽക്കാൽ ഇത് ക്യാഷ് ഒക്കെ ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ ക്യാഷ് ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 100, 300, 500 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. 500 ക്യാഷ് ഏൺ ചെയ്യുന്ന സമയത്ത് 500 ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5% എക്സ്ട്രാ ബോണസും വരുന്നുണ്ട്. ഇപ്പോൾ 500 ആഡ് വന്ന് ഏകദേശം 25 രൂപ നിൽക്കാൽ ഏകദേശം എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ വിഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ എമൗണ്ട് ആര് കാണിക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് നമ്മുടെ ബാങ്ക് കാർഡ് ആദ്യമേ ആഡ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കൂടി നമ്മൾ ബാങ്ക് കാർഡ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്ത് വിഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ ചോദിക്കും. ആ ഒരു കൺഫർമേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ അവിടെ നമുക്ക് സക്സസ്ഫുൾ എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും.
അപ്പോൾ അവിടെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ബാങ്കിൽ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇപ്പം ഡിലേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 1-2 മണിക്കൂർ എടുക്കുന്നതായിരിക്കും. ബട്ട് വിത്തിൻ ദ സെയിം ഡേ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ റെഫർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട്സ് ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 20 രൂപ വെച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾ ആ ഒരു എമൗണ്ട് കൺവേർട്ട് ചെയ്യണമെന്നോ അങ്ങനെ റൂൾസോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾ ഫ്രീ റെഫർ ചെയ്ത് കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാം. നിങ്ങൾ ഒരാൾ റെഫർ ചെയ്യുമ്പോൾ ഏകദേശം 20 രൂപ കിട്ടും. നിങ്ങൾ ഒരു 10 പേര് റെഫർ ചെയ്ത് ഏകദേശം 200 രൂപ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഗെയിം കളിച്ചും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ അതിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.